നമുക്ക് നോക്കാം ടോപ്പിക്കാണ് ദി ലവ്ലീസ് തിയറം ആൻഡ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര. ഓക്കെ, ലവ്ലീസ് തിയറം ഓർ ലയോവില്ലീസ് തിയറം എന്നൊക്കെ വായിക്കാറുണ്ട്. പ്രൊണൗൺസിയേഷൻ നിങ്ങൾ നോക്കാം. ലവ്ലീസ് തിയറം ആൻഡ് ദി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര. ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് ദി കോഷീസ് ഇൻഇക്വാലിറ്റി ഫോർ എഫ് റേസ് ടു എൻ ഓഫ് ഇസെഡ് നോട്ട്. എഫ് റേസ് ടു എൻ ഓഫ് ഇസെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവ് അറ്റ് ദി പോയിന്റ് ഇസെഡ് നോട്ട്. ഓക്കെ, തിയറം പറയുന്നത് സപ്പോസ് ദാറ്റ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനാലിറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ എ പോസിറ്റീവ്ലി ഓറിയന്റഡ് സർക്കിൾ സി ആർ സെൻറ്റേഡ് അറ്റ് ഇസെഡ് നോട്ട് ആൻഡ് വിത്ത് റേഡിയസ് ആർ. If MR denote the maximum value of mod f of z on CR, then modulus of f raised to n of z naught less than or equal to n factorial into MR by R raised to n, where n equal to 1, 2, 3, etc. അപ്പോൾ നമുക്ക് ഒരു സർക്കിൾ സി ആർ എന്നൊരു സർക്കിൾ ഉണ്ട്, പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിൾ സി ആർ ഉണ്ട്, സെൻറ്റർ സെഡ് നോട്ടും റേഡിയസ് ക്യാപിറ്റൽ ആർ ആയിട്ടുള്ള ഒരു പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിൾ സി ആർ എടുത്തു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ എഫ് അനാലിറ്റിക് ആണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിലും അതുപോലെ സർക്കിളിലും. ആൻഡ് എം ആർ ഡിനോട്ട് ദി മാക്സിമം വാല്യൂ ഓഫ് മോഡ് എഫ് ഓഫ് സെഡ്. മോഡ് എഫ് ഓഫ് സെഡിൻ്റെ മാക്സിമം വാല്യൂ എം ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എഫ് ഓഫ് സെഡിൻ്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് എന്ത്? എം ആർ എന്ന് പറഞ്ഞാൽ. ദെൻ മോഡുലസ് ഓഫ് എഫ് റേസ് ടു എൻ ഓഫ് ഇസെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം ആർ ബൈ ആർ റേസ് ടു എൻ ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. ഓക്കെ, അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കണം. Here f is analytic inside and on a positively oriented circle CR centered at Z0 and with radius capital R. Hence, by theorem, derivative of all orders of f of z are analytic and f raised to n of Z0 equal to n factorial by 2 pi I into integral over CR f of z by z minus z0 all raised to n plus 1 dz, where n equal to n 1, 2, 3, etc. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ഒരു കേവിൻ്റെ ഉള്ളിൽ എഫ് അനാലിറ്റിക് ആണ് എങ്കിൽ നമുക്ക് നമ്മളുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ച തിയറം വെച്ച് നമുക്കറിയാം എന്താ പറയുക, അതിന് എല്ലാ ഓർഡറിലുള്ള ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യും, അത് അനാലിറ്റിക് ആയിരിക്കും. സച്ച് ദാറ്റ് എഫ് റേസ് ടു എൻ ഓഫ് ഇസെഡ് നോട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ചെയ്യും. ഇനി എന്ത് ചെയ്യുക? എഫ് റേസ് ടു എൻ ഓഫ് ഇസെഡ് നോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ എന്ത് ചെയ്യും? മോഡുലസ് എടുക്കുക. ഹെൻസ് മോഡുലസ് ഓഫ് എഫ് റേസ് ടു എൻ ഓഫ് ഇസെഡ് നോട്ട് എന്തായിട്ട് മാറും? മോഡ് എൻ ഫാക്ടോറിയൽ ബൈ 2 pi I ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു ഡി സെഡ്. എനിക്ക് ഇക്വേഷൻ നമ്പർ 1 എടുക്കുക. ഈ സി ആർ തന്നെയാണ് ഇവിടുത്തെ സിയും നമ്മൾ. ഓക്കെ, ദെൻ നമുക്കറിയാം മോഡുലസ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ദെൻ ഈ ഇക്വേഷൻ നമ്പർ 1 സെഡ് മൈനസ് സെഡ് നോട്ട് നമുക്കറിയാം റേഡിയസ് 1 ആറായിട്ട് വരുന്ന ഒരു സർക്കിൾ നമ്മൾ എടുത്തിട്ടുള്ളത്, സെൻറ്റർ സെഡ് നോട്ടും. ദെർഫോർ സെഡ് മൈനസ് സെഡ് നോട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും? ക്യാപിറ്റൽ ആർ ആയിട്ടും. ആൻഡ് എം ആർ ഈസ് ദി മാക്സിമം വാല്യൂ ഓഫ് ഫംഗ്ഷൻ എഫ് ഓൺ സി. നമ്മളുടെ എഫിൻ്റെ മാക്സിമം വാല്യൂ ആണ് എന്ത്? എം ആർ എന്ന് പറഞ്ഞാൽ ഫോർ ഓൾ സെഡ് ബിലോങ്സ് ടു സി. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം എഫ് ഓഫ് സെഡിൻ്റെ മാക്സിമം വാല്യൂ എം ആർ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ ആറും ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ പ്ലസ് 1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആർ ബൈ ആർ റേസ് ടു എൻ പ്ലസ് 1 ചെയ്യാൻ പറ്റും. കാരണം ന്യൂമറേറ്റർ മോഡ് എഫ് ഓഫ് സെഡ് വരും. മോഡ് എഫ് ഓഫ് സെഡ് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആർ ആണ്. കാരണം മാക്സിമം വാല്യൂ എം ആർ ആയതുകൊണ്ട് സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആറാണ്. ദെൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ പ്ലസ് 1 എന്തായിട്ട് വരും? ആർ റേസ് ടു എൻ പ്ലസ് 1 വരും. ഹെൻസ് ഇക്വേഷൻ നമ്പർ 1 ബിക്കം എന്തായിട്ട് മാറും? മോഡുലസ് ഓഫ് എഫ് റേസ് ടു എൻ ഓഫ് സെഡ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ 2 pi ഇൻറ്റു എം ആർ ബൈ ആർ റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ സി ഡി സെഡ് വരും. ഞാൻ പറഞ്ഞു മോഡുലസ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ മോഡുലസ് നമ്മൾ ഒഴിവാക്കി നമുക്ക് ബാക്കി എന്താ വരിക? എൻ ഫാക്ടോറിയൽ ബൈ 2 pi ഇൻറ്റു എം ആർ ബൈ ആർ റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ സി ഡി സെഡ്. അതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. ഇൻറ്റഗ്രൽ ഓവർ സി ഡി സെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേവ് എന്താണ്? 6 റേഡിയസ് ആയിട്ട് വരുന്നൊരു സർക്കിളാണ് നമ്മളുടെ കേവ് എന്ന് പറഞ്ഞാൽ. Also being the length or circumference of circle, mod z minus z not equal to r എന്താ വരിക? ഇൻറ്റഗ്രൽ ഓവർ സി ഡി സെഡ് ഈക്വൽ ടു 2 pi r വരും. റേഡിയസ് 6 ആയിട്ട് വരുന്ന ഒരു സർക്കിളിൻ്റെ സർക്കുംഫറൻസ് ആണ് 2 pi r വരും. ഹെൻസ് ഇക്വേഷൻ നമ്പർ 2 ബിക്കം ഇക്വേഷൻ നമ്പർ 2 എന്തായിട്ട് മാറും? മോഡുലസ് ഓഫ് എഫ് റേസ് ടു എൻ ഓഫ് ഇസെഡ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ 2 pi ഇൻറ്റു എം ആർ ബൈ ആർ റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു 2 pi r വരും. ഓക്കെ, ഇനി നോക്കുക. ഇവിടുത്തെ 2 പൈയും ഇവിടുത്തെ 2 പൈയും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടുത്തെ ഒരു ആറും ഇവിടെ ആർ റേസ് ടു എൻ പ്ലസ് 1 ഒരു ആറും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്തുണ്ടാവുക? എൻ ഫാക്ടോറിയൽ ബൈ എം ആർ ബൈ ആർ റേസ് ടു എൻ.
That is modulus of f raised to n of z naught less than or equal to n factorial into mr by r raised to n എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷനിൽ വെൻ n ഈക്വൽ ടു 1 ദ കോഷി ഇൻഇക്വാലിറ്റി ബിക്കം, n നമ്മൾ 1 എന്ന് വാല്യൂ എടുക്കുമ്പോൾ എന്തായിട്ട് മാറും, മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് z നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mr by r വരും. ഓക്കെ, നെക്സ്റ്റ് ഉള്ളതാണ് നമുക്ക് എന്ത്, ലവ്ലീസ് തിയറം. If a function f is entire and bounded in the complex plane, then f of z is constant throughout the plane. That is, the only bounded entire functions are constant. ഇപ്പോൾ ലവ്ലീസ് തിയറം എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എൻറ്റയറിലും ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ് ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ എങ്കിൽ എഫ് ഓഫ് സെഡ് എന്തായിട്ട് വരും, ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിട്ട് വരും. That is, the only bounded entire functions are constant. Bounded entire function എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ലവ്ലീസ് തിയറം പറയുന്നത്. അതിൻ്റെ പ്രൂഫാണ് നെക്സ്റ്റ് നമുക്ക് നോക്കണ്ടേ. സിൻസ് എഫ് ഇസ് എൻറ്റയർ, എഫ് എൻറ്റയർ ആണ്, ദെൻ ദി കോഷി ഇൻഇക്വാലിറ്റി ഹോൾഡ് ഫോർ എനി ചോയ്സ് ഓഫ് സെറ്റും. എഫ് എൻറ്റയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് കോഷി ഇൻഇക്വാലിറ്റി എല്ലാത്തിലും ഹോൾഡ് ചെയ്യും, ഏതൊരു പോയിന്റ് സെറ്റ് നോട്ടിലും ആൻഡ് ഏതൊരു റേഡിയസ് ആറിലും. ദ ബൗണ്ടഡ് കണ്ടീഷൻ ടെൽസ് അസ് ദാറ്റ് ദി നോൺ നെഗറ്റീവ് കോൺസ്റ്റന്റ് എം എക്സിസ്റ്റ് സച്ച് ദാറ്റ് mod f of z less than or equal to m for all z. Okay, then mr is the previous result is the maximum value of mod f of z on c. അല്ലെ, നമ്മൾ കഴിഞ്ഞ റിസൾട്ട് നമ്മൾ mr ആണ് മാക്സിമം വാല്യൂ ആയിട്ട് എടുത്തിട്ടുണ്ട്. ദെൻ ഇക്വേഷൻ നമ്പർ 1, ദിസ് മാക്സിമം വാല്യൂ മസ്റ്റ് ബി ലെസ് ദാൻ എം, എമ്മിനേക്കാൾ ലെസ് ദാൻ ആയിരിക്കും നമ്മളുടെ മാക്സിമം വാല്യൂ. ദാറ്റ് ഈസ് mr is less than or equal to m വരും. Okay, it follows from Cauchy's inequality that mod f dash of z not less than or equal to mr by r അമ്മടുത്തുണ്ടായിരുന്നു. mr എന്തായിരുന്നു, ലെസ് ദാൻ or equal to m ആയതുകൊണ്ട് mod f dash of z less than or equal to m by r. Since the above inequality is true for arbitrary large capital R, we get f dash of z not equal to 0. നമ്മൾ r വലുതാക്കി കൊണ്ടുപോകുന്നത് z f dash of z not എന്തായിട്ട് വരും, approximately 0 ആയിട്ട് വരും. Since the choice of z not was arbitrary, this means that the f dash of z not equal to 0 everywhere in the complex plane. f dash of z not 0 എന്ന് പറഞ്ഞാൽ എന്താണ്, f എന്തായിട്ട് വരും, കോൺസ്റ്റന്റ് ആയിട്ട് വരും. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണ് എന്ത് വരിക, 0 വരെ നമുക്ക്. Hence f is constant function, hence the proof. Okay, then next ഈ ലവ്ലീസ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് തിയറം ആണ് ഇത്, ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര. ഇഫ് പി ഓഫ് സെറ്റ് ഈസ് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ, കോൺസ്റ്റന്റ് ഇല്ലാത്തൊരു പോളിനോമിയൽ ആണ് ഇത് പി ഓഫ് സെറ്റ്, ദെൻ ദി ഇക്വേഷൻ പി ഓഫ് സെറ്റ് ഈക്വൽ 0 ഹാസ് അറ്റ്ലീസ്റ്റ് 1 root, that is any polynomial p of z equal to a0 plus a1 z plus a2 z square plus etc plus an z raised to n, where an not equal to 0 of degree n, where n greater than or equal to 1 has at least 1 0, that is there exists at least 1 point z naught such that p of z not equal to 0. അപ്പോൾ നമ്മൾ നോൺ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പോളിനോമിയൽ നമ്മൾ എടുത്തു, പി ഓഫ് സെറ്റ് എടുത്തു. പി ഓഫ് ഇസഡ് ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് അതിനുണ്ടായി അറ്റ്ലീസ്റ്റ് 1 0 എങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതാണ് പറഞ്ഞത്, ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് സെറ്റ് നോട്ട് സച്ച് ദാറ്റ് പി ഓഫ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ പ്രൂഫാണ്. ദ പ്രൂഫ് ഈസ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡ്. കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രൂഫ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്താണ് കാണിക്കേണ്ടത്, ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ പി ഓഫ് സെഡ് എടുത്തിട്ട് അതിന് അറ്റ്ലീസ്റ്റ് 1 റൂട്ട് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇഫ് പോസിബിൾ സപ്പോസ് ദാറ്റ് പി ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ സെറ്റ്. ഏതൊരു സെറ്റ് എടുത്താലും അതിൽ പി ഓഫ് സെഡ് നോട്ട് 0 അല്ല എന്ന് എടുക്കുക നമ്മൾ, എന്നിട്ട് അത് തെറ്റാന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ദെൻ ദി ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 by p of z being quotient of two analytic function 1 and p of z is analytic everywhere. നമുക്ക് p of z ഉം 1 എന്താണ് അനാലിറ്റിക് ഫംഗ്ഷൻസ് ആണ്, അതുകൊണ്ട് f of z എന്തായിരിക്കും, അനാലിറ്റിക് ഫംഗ്ഷൻ ആയിരിക്കും. therefore f of z is an integer function. Okay, now we show that f of z is bounded. To prove this, നമുക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ ബൗണ്ടഡ് ഫംഗ്ഷൻ എന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് എന്തൊരു ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ എന്തായിരിക്കും, കോൺസ്റ്റന്റ് നമ്മൾ ലവ്ലീസ് തിയറം വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് അനാലിറ്റിക് ഫംഗ്ഷൻ ആണ്, എൻറ്റയർ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. ഇനി ആ ഫംഗ്ഷൻ ബൗണ്ടഡും കൂടി ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ w ഈക്വൽ ടു a0 by z raised to n plus a1 by z raised to n minus 1 plus a2 by z raised to n minus 2 plus etc plus an minus 1 by z. Okay, so that p of z equal to an plus w into z raised to n ആക്കി നമുക്ക് എടുക്കാൻ പറ്റും. We then observe that the sufficiently large positive number r can be found such that for all I equal to 0, 1, 2, 3, etc. n minus 1, modulus of ai by z raised to n minus I less than or equal to mod an by
2n for all z with mod z greater than or equal to r. Okay, then for all z with mod z greater than or equal to r, we have mod w equal to the modulus of a naught by z raised to n plus an1 z raised to n minus 1 plus etc plus an minus 1 z. Then നമ്മൾ inequality വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, which is less than or equal to mod a naught by z raised to n plus a1 by z raised to n minus 1 plus etc plus an minus 1 by z. By generalizing triangular inequality നമുക്ക് എന്ത് എടുക്കാൻ പറ്റും, which is less than n into mod an by 2n ആയിട്ട് വരും. അതായത് നമ്മളെടുത്തു മോഡ് എ ബൈ സെഡ് റേസ് ടു എൻ മൈനസ് ആയി എന്ന് പറഞ്ഞാൽ, സോറി സെഡ് റേസ് ടു എൻ മൈനസ് ആയി എന്ന് പറഞ്ഞാൽ മോഡ് എ എൻ ബൈ 2n ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും, ഓരോ എത്ര എൻ വരുന്നുണ്ട്, സോറി എത്ര ടേംസ് വരുന്നുണ്ട്, എൻ ടേംസ് വരുന്നുണ്ട്. ഇപ്പം ലെസ് ദാൻ എൻ ഇൻറ്റു മോഡ് എ എൻ ബൈ 2n വരും, ജിസ് ഈക്വൽ ടു എന്ത് വരും, എൻ ക്യാൻസൽ ബാക്കി എന്ത് വരും, മോഡ് എ എൻ ബൈ 2 വരും. ഹെൻസ് മോഡ് ഡബ്ല്യു ഇസ് ലെസ് ദാൻ മോഡ് എ എൻ ബൈ 2 ഫോർ ഓൾ സെഡ് വിത്ത് മോഡ് സെഡ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ആർ. Consequently, when mod z greater than or equal to r, modulus of an plus w which is greater than or equal to modulus of mod an minus mod w which is greater than mod an minus mod an by 2 which is equal to എന്ത് വരും, mod an by 2 വരും. Okay, that is mod an plus w എന്താണ്, which is greater than mod an by 2 ആണ്. This enable us to write p of z, mod p of z equal to mod an plus w into mod z raised to n which is greater than or equal to mod an by 2 into z mod z raised to n. Mod z raised to n എന്നാൽ r raised to n വരും, that is greater than or equal to mod an by 2 all raised to r വരും, r raised to n വരും whenever mod z greater than or equal to r. Then mod f of z equal to എന്തൊരു 1 by mod an less than 2 by mod an all raised r raised to n വരും whenever mod z greater than r. So f is bounded, അത് mod f of z എന്താണ്, ലെസ് ദാൻ 2 by mod an into r raised to n എന്ന് കിട്ടി. അപ്പോൾ എഫ് എന്താണ്, ബൗണ്ടഡ് എന്ന് കിട്ടി. അപ്പോൾ നേരത്തെ എഫ് എൻറ്റയർ ഫംഗ്ഷൻ കിട്ടി. സോ ലവ്ലീസ് തിയറി വെച്ച് നമുക്ക് എന്ത് കിട്ടും, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഴുതാൻ പറ്റും. So f is bounded in the region exterior to the disk mod z less than or equal to r, but f is continuous in the closed and bounded disk mod z less than or equal to r, and hence f is bounded on the closed disk mod z less than or equal to r also. Combining thus, f is bounded in the complex plane. That is, f is bounded entire function. Hence, by Liouville's theorem of f of z is a constant. Now, f of z is constant implies its reciprocal. P of z is also constant. F of z constant ആണെങ്കിൽ അതിന്റെ 1 by p of z ആണ് നമ്മൾ f of z എടുത്തിട്ട്. അപ്പോൾ f of z constant ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കലും കോൺസ്റ്റന്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ p of z നോട്ട് ഈക്വൽ ടു 0 ആയ കേസിൽ എന്താണ്, p of z എന്ത് നമുക്കൊന്ന് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കിട്ടി. But this is a contradiction to the fact that p of z is non-constant polynomial as its degree is greater than or equal to 1. Hence our assumption that p of z not equal to 0 for all z is wrong. So that p of z equal to 0 is 0 for all, 0 for some values of z. Hence p of z has at least 1 0. This complete the proof. Okay, അപ്പോൾ p of z എന്ന് പറഞ്ഞ ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെങ്കിൽ പി ഓഫ് സെറ്റിന് ഒരു അതർ എക്സിസ് അറ്റ്ലീസ്റ്റ് 1 0 എങ്കിലും ഉണ്ടായിരിക്കും, സച്ച് ദാറ്റ് പി ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു 0 വരുന്ന കേസ്. ഓക്കെ, അതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര പറയുന്നത്. ദ നെക്സ്റ്റ് തിയറം, if p of z is a polynomial of degree n greater or equal to 1, then it has n zeros, not all need to be distinct. If p of z is a polynomial of degree n greater or equal to 1, then there exist complex numbers z1, z2, etc., zn and c such that p of z equal to c into z minus z1, z minus z2, z minus z2, etc., z minus zn. Okay, ഇവിടെ z മൈനസ് z2 അല്ല, z മൈനസ് zn ആക്കി മാറ്റും. അപ്പോൾ തിയറം എന്താ പറയുന്നത്, പി ഓഫ് സെഡ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ, അതിൻ്റെ ഡിഗ്രി n ആണെങ്കിൽ അതിന് n സീറോസ് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആകണമെന്നില്ല. ഓക്കെ, അതിന് പ്രൂഫാണ്. ബൈ ദി ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര, പി ഓഫ് സെഡ് ഹാസ് എ സീറോ സേസ് z1. ഇപ്പോൾ പി ഓഫ് സെഡ് എന്നാൽ അനാലിറ്റിക് ഫംഗ്ഷൻ ആണ്, ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന് എന്തായാലും ഒരു സീറോ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് z1 ആ സീറോ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ദെൻ വി ക്യാൻ റൈറ്റ് പി ഓഫ് സെഡ് ഈക്വൽ നമുക്ക് എന്ത് പറ്റും, z മൈനസ് z1 ഇൻറ്റു q1 ഓഫ് z എഴുതാൻ പറ്റും അല്ലേ. where q1 of z is a polynomial of degree n minus 1. If q1 of z is constant,
ദ പ്രൂഫ് ഈസ് കംപ്ലീറ്റ് അല്ലേ. അപ്പോൾ Z1 ആണ് നമ്മളുടെ ഒരു റൂട്ട് എന്തായാലും എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് Z-Z1 ഇൻറ്റു Q1 ഓഫ് Z1 Q1 ഓഫ് Z എന്ന് എഴുതാൻ പറ്റും. Q1 ഓഫ് Z ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെങ്കിൽ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയിട്ട് വരും. ഓക്കെ, അതർവൈസ് Q1 ഓഫ് Z ഈസ് എ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആൻഡ് ഹാൻസ് അഗെയിൻ ദി ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര വെച്ച് നമുക്ക് എന്താ പറ്റും, Q1 ഓഫ് Z ഒരു സീറോ ഉണ്ടായിരിക്കും, അത് നമ്മൾ Z2 ആയിട്ട് എടുക്കുക. Then we can write P of Z equal to Z minus Z1 into Z minus Z2 into Q2 of Z, where Q2 of Z is a polynomial of degree n minus 2 വരും. ഇഫ് Q2 ഓഫ് Z ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, Q2 എന്താണ് ഒരു പോളിനോമിയൽ ആണ്, അതിൻ്റെ ഫണ്ടമെന്റൽ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു കോൺസ്റ്റന്റ് ഒരു റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ജനറലൈസ് ചെയ്യാൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതർവൈസ് Q2 of Z is a non constant and we continue the work since n is a finite. This work terminates at a finite stage and we obtain P of Z equal to Z minus Z1 into Z minus Z2 into etc. into Z minus Zn Qn of Z, where Qn of Z, Q2 of Z alla, where Qn of Z is a constant, say C, then P of Z equal to C into Z minus Z1 into Z minus Z2 into etc. into Z minus Zn വരും. ഓക്കെ, ഇവിടെ Z minus Zn ആക്കി മാറ്റാം. ഓക്കെ, ദിസ് കംപ്ലീറ്റ് ദി പ്രൂഫ്. അപ്പം തിയറം എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു P of Z എന്നാൽ n ഡിഗ്രി വരുന്ന ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെങ്കിൽ അതിന് n റൂട്ട് ഉണ്ടായിരിക്കും, സച്ച് ദാറ്റ് P of Z ഈക്വൽ ടു നമുക്ക് എന്ത് പറ്റും, C ഇൻറ്റു Z മൈനസ് Z1 ഇൻറ്റു Z മൈനസ് Z2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Z മൈനസ് Zn എന്ന് എഴുതാൻ പറ്റും. ഓക്കെ.